നമസ്കാരം. മലയാളികൾക്കേറെ സുപരിചിതനായ ടെലിവിഷൻ താരമാണ് റെയ്ജിൻ രാജൻ. താരത്തെ അറിയാത്ത കുടുംബ പ്രേക്ഷകരും കുറവാണ്. ഇപ്പോൾ റെയ്ജിൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ നായികവേഷം ചെയ്യുകയാണ്. ഈ താരം കടന്നുപോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് റെയ്ജിൻ്റെ നായികയെ അഭിനയിക്കുന്ന മൃദുല വിജയ്. ഒരു സ്ത്രീയുടെ ആരാധന റെയ്ജിൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്നാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. പരമ്പരയുടെ ലൊക്കേഷനിൽ പതിവായി വരാറുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റെയ്ജിൻ രാജിന് നേരെ മോശം സന്ദേശങ്ങൾ അയക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് മൃദുല വിജയ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇത് തുടരുകയാണ്. പല ഫോൺ നമ്പറുകളിൽ നിന്നായി വിളിച്ച് ശല്യപ്പെടുത്തുകയും പിന്നീട് നേരിട്ട് വന്ന് മാപ്പ് പറയുകയും വീണ്ടും ലൈംഗിക ചുവയോടെയുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തതായും മൃദുല പറഞ്ഞു. ഇത്രയും കാലം റെയ്ജിൻ രാജൻ ഇതിനോട് പ്രതികരിക്കാതിരുന്നത് നിയമപരമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അവൾക്ക് പിന്തുണ നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നും എന്നാൽ ഒരു പുരുഷൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവാണെന്നും മൃദുല ചൂണ്ടിക്കാട്ടി. ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യത്തിനെതിരെ റെയ്ജിൻ ചേട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് എല്ലാവരും ചിന്തിക്കുമായിരിക്കും. അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം തന്നെയാണ്. ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും. പെണ്ണ് കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് ഒരു പുരുഷൻ പറഞ്ഞാൽ പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ടാവില്ല. ക്ഷേമം നശിച്ച് കഴിഞ്ഞ ദിവസമാണ് റെയ്ജിൻ രാജൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. ഇതിന് പിന്നാലെ താനൊന്നും ചെയ്തിട്ടില്ലെന്നും ആവശ്യമില്ലാതെ പേര് വലിച്ചഴിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അക്രമിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായി. നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബീർ ഉപ്പിക്കൊണ്ട് അടിച്ചു പൊട്ടിക്കുമെന്ന് വരെ ഭീഷണിയുണ്ടായി. 2 തവണ നേരിട്ട ഈ പ്രശ്നങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും മൃദുല വിജയ് പറയുന്നു. ഒരിക്കൽ ലൊക്കേഷനിൽ വെച്ച് റെയ്ജിൻ രാജനോട് സംസാരിക്കാനെത്തിയ സ്ത്രീ അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോൾ ഷർട്ട് പിടിച്ച് വലിച്ചിരുന്നു. അടുത്ത സംഭവം അടുത്ത കാലത്തായിരുന്നു. ലൊക്കേഷനിൽ പ്രവേശിക്കാൻ അനുവാദമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പർദ്ദയിട്ടാണ് അവർ എത്തിയത്. ഷൂട്ടിലായിരുന്ന റെയ്ജിൻ്റെ അടുത്തേക്ക് ചോക്ലേറ്റ് നൽകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനാണ് താൻ ഈ വീഡിയോ ഇടുന്നതെന്നും മൃദുല വീഡിയോയിൽ പറഞ്ഞു. നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർ കുപ്പിയുണ്ട് അടിച്ചു പൊട്ടിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ജീവന് ഭീഷണിയുള്ള മെസ്സേജുകളാണ് ഏറെ. ഇന്ന് ചോക്ലേറ്റുമായി വന്ന സ്ത്രീ നാളെ ചിലപ്പോൾ ആസിഡുമായി വരും. കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മൃദുല പറയുന്നു.